+1 കെമിസ്ട്രിയിലെ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. നമുക്കറിയാം റിയാക്ടൻസ് കമ്പൈൻ ടു ഫോം പ്രൊഡക്റ്റ്. റിയാക്ടൻസ് കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. റിയാക്ടൻസ് കമ്പൈൻ ചെയ്താൽ അത് ഫുള്ള് പ്രൊഡക്റ്റായി മാറുമോ? അതോ റിയാക്ടൻസ് ഏത് റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലാവോയിസിയുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അറിയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ അറിയാം. Then what is law of conservation of mass? In a chemical reaction, the total mass of reactants is equal to the total mass of reactants consumed is equal to the total mass of the product. In a chemical reaction, the total mass of the reactants consumed is equal to the total mass of product formed. Example: carbon plus oxygen gives carbon dioxide. The balanced equation ആണ് oxygen 2 carbon 1. Yes. ഇവിടെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് റിയാക്ടൻസിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും ഈക്വൽ ആയിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാർബണിന്റെ ആറ്റോമിക് മാസ് എന്താണ്? 12 ഗ്രാം. ഓക്സിജന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? O16 ആകുമ്പോൾ O2 എന്ന് പറയുന്നത് 32 ഗ്രാം. ഗീവ്സ് കാർബണിന്റെ 12 gram plus O2 32 gram. That is 12 plus 32 44 gram of reactants react to produce 44 gram of products. Law of conservation of mass എന്താണ് മനസ്സിലായില്ലേ? ഈ റിയാക്ടന്റിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും ഈക്വൽ ആയിരിക്കണം. എന്താണ് ശരിക്കും അതിന്റെ മീനിങ്? ഇത്രയും റിയാക്ടൻസ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അത്രയും മാസ് പ്രൊഡക്റ്റ് തന്നെ ഉണ്ടായി. അതായത് ഇവിടെ മാസ് പുതിയതായിട്ട് വരികയോ മാസ് ഇവിടെ നിന്ന് പോവുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ലോ വേറെ രീതിയിൽ പറയാമല്ലോ. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഡ്യൂറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ മാറ്റർ ഈസ് നെയ്തർ ക്രിയേറ്റഡ്, മാറ്റർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മാറ്റർ ഈസ് നോട്ട് ഡിസ്ട്രോയിഡ്, മാറ്റർ ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? നമ്മള് റിയാക്ടൻസ് എത്ര ഗ്രാം ആണോ, എത്ര മാസാണോ റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റും അത്ര മാസ് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ മാസ് എന്താണ്? മാസ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്തിട്ട് ഇല്ല. മാസ് ഡസന്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. During a chemical reaction, the total mass of the reactant utilized, consumed is equal to the total mass of a product. That is, matter or mass can neither be created nor destroyed. That is law of chemical combination. Next law, law of definite proportion. Law of definite proportion. What do you mean by definite? Definite means fixed. Law of definite proportions. എന്താണ് law of definite proportions? The same compound always contains the same elements, in the same fixed proportion by mass. The same compound always contains the same elements in the same fixed proportion by mass. That is, കാർബൺ ഡയോക്സൈഡ് ഏത് മെത്തേഡിലൂടെ പ്രിപ്പയർ ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡിഫറെന്റ് മെത്തേഡ്സ്, ബട്ട് ദി കാർബൺ ഡയോക്സൈഡ് contains carbon and oxygen in a fixed
ratio, in a fixed proportion. That is carbon 12 and oxygen 32. That is 3:4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 3, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 8, 3:8. കാർബൺ ഡൈ ഓക്സൈഡ് ഏതൊരു സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചാലും, കാർബൺ ഡൈ ഓക്സൈഡ് ഏതൊരു മെത്തേഡിൽ പ്രിപ്പയർ ചെയ്താലും എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡില് കാർബണിന്റെയും ഓക്സിജന്റെയും mass ratio, the mass ratio of carbon and oxygen is always 3:8. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് നമുക്ക് സീ വാട്ടർ വറ്റിച്ച് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കാം. പിന്നെ ഈ റോക്കിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് റോക്ക് ഉണ്ട്, അതിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ സോഡിയം ക്ലോറൈഡ് നമ്മൾ ഉണ്ടാക്കിയാലും ആ സോഡിയം ക്ലോറൈഡിലെ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും മാസിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഡിഫറെന്റ് മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ കാർബൺ മോണോക്സൈഡ് ഡിഫറെന്റ് മെത്തേഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താലും ദി റേഷ്യോ ഓഫ് their mass is always fixed. അതാണ് the same compound always contains the same elements in the same fixed proportion by mass. കാർബൺ ഡൈ ഓക്സൈഡ് ഏതൊരു മെത്തേഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താലും കാർബണിന്റെയും ഓക്സിജന്റെയും the mass of carbon and oxygen is always in a fixed ratio, that is 3:8. അതാണ് law of definite proportion എന്ന് പറയുന്നത്. law of definite proportion കൊണ്ടുവന്നത് ജോസഫ് പ്രോസ്റ്റ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. നമ്മൾ രണ്ട് ലോ പഠിച്ചു. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ജോൺ ഡാൾട്ടൺ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. when two elements combine to form more than one compound, the different masses of one of the element which combine with the other element bear a simple ratio. That is, carbon and oxygen combine to form carbon monoxide, and carbon and oxygen combine to form carbon dioxide. Carbon and oxygen combine to form carbon dioxide, and carbon and oxygen combine to form carbon monoxide. കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് എടുക്കുക. കാർബൺ മോണോക്സൈഡ് the ratio of carbon and oxygen, the ratio of mass of carbon and oxygen is 12:60. in carbon dioxide the ratio of mass of carbon and oxygen is carbon 12, oxygen is 32. When two elements carbon and oxygen, when two elements combine to form more than one compound, two elements combine to form carbon monoxide and carbon dioxide. When two elements combine to form more than one compound, the different mass of one of the element, mass of oxygen is 60, and mass of oxygen here is 32. That is 1:2. When two elements combine to form more than one compound, the different masses of one of the element, oxygen is different mass. The different mass of one of the element which combine with a fixed mass of the other element. ഇവിടെ രണ്ടിലും ടു കേസസിലും എന്താണ് 12 ഗ്രാമാണ് കാർബണിന്റെ മാസ്. ഇവിടെ ഈ കേസിൽ ഓക്സിജന്റെ മാസ് 16ഉം ഈ കേസിൽ ഓക്സിജന്റെ മാസ് 32 ആണ്. when two elements combine to form more than one compound, the different masses of the mass are different. The different mass of one of the element which combine with a fixed mass of the other. Here the mass of carbon is fixed. The fixed mass of other bear a simple ratio. That is, the mass of oxygen combined in the two case is 1:2. It is a simple ratio. അതാണ് law of multiple proportion എന്ന് പറയുന്നത്. When two elements combine to form more than one compound, carbon and oxygen combine to form
more than two compounds they are carbon monoxide and carbon dioxide. Then the different mass of one of the element, oxygen, oxygen mass different. But 16 and 32. The different mass of one of the element which combine with a fixed mass of the other. This combines in the fixed mass of carbon. But carbon mass fixed mass of other BRA similar ratio. That is oxygen. Two cases oxygen fixed mass of carbon combines in the combines in the oxygen ratio. If you combine in the oxygen, if you combine in the oxygen ratio, simple ratio. That is law of multiple proportion. When two elements combine to form more than one compound, the different mass of one of the element which combine with a fixed mass of the other, BRA simple ratio. BRA simple ratio. BRA simple ratio. And law of multiple proportions. Gay-Lussac's law of gaseous volumes. Gay-Lussac's law of gaseous volumes. Take the case of hydrogen reacting with chlorine to form hydrogen chloride. Hydrogen reacting with the chlorine to form hydrogen chloride. Balanced hydrogen 2 and hydrogen 1, hydrogen 2i, chlorine 2 and chlorine 2i. Here, one volume of hydrogen react with the 1 volume of chlorine to form 2 volumes of HCl. 1 volume of H2 plus 1 volume of chlorine combine to form 2 volumes of HCl. The ratio of their volume is 1:1:2. That is simple ratio. That's a simple ratio. 1:1:2. That is a simple ratio. 1:13:17. That is not a simple ratio. But 1:2, 1:3, 1:1:2, 1:1:3. They are simple ratios. This is a simple ratio and combined. So when Gay-Lussac's law of gaseous volumes when gases combine to form, gas hydrogen chloride gas combined, hydrogen chloride is also a gas. When gases combine to form gaseous product, a simple ratio exists between the reactants and the product. A simple ratio exists between the reactants and the products at a constant temperature and pressure. Constant temperature and pressure at constant temperature and pressure when gases react to form gaseous product. Gas will react to the gas than a simple ratio exists between the reactants and the product. P law namukku gases combine cheyidittu etra gas undavum, etra volume gas undavum ennokke calculate cheyan vendi namukku ee law namukku nannayittu അറിയാൻ പറ്റും. ഇതായിരുന്നു Gay-Lussac's law of gaseous. അടുത്തത് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറിയാണ്. നമുക്ക് ഇത്രയും നാൾ പഠിച്ചതിൽ നിന്ന് നമുക്കറിയാം ആറ്റംസ് ഉണ്ട്, ആറ്റംസ് ചേർന്ന മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ആറ്റത്തിന്റെ അകത്ത് ഇൻസൈഡ് ദി ആറ്റം there are electrons, protons and neutrons. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. എന്നാൽ ആദ്യ കാലങ്ങളിലെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ആ സമയത്താണ് എന്താ ഡാൾട്ടൺ ആറ്റോമിക് തിയറി ആയിട്ട് വരുന്നത്. ആറ്റം എന്ന് പറയുന്നത് വാട്ട് ഇസ് ആൻ ആറ്റം, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അത് എങ്ങനെയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡാൾട്ടന്റെ ആറ്റോമിക് തിയറിയിൽ ഡാൾട്ടൺ പറയുന്നുണ്ട്. അപ്പോൾ ഡാൾട്ടന്റെ ആറ്റോമിക് തിയറിയിൽ കുറെ പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ് matter is made up of extremely small particle. Matter is made up of extremely small particle called atoms. They cannot further subdivide. Indivisible particle. Matter is made up of extremely small indivisible particle called atoms. എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം എന്ന് പറയുന്ന പാർട്ടിക്കിൾ കൊണ്ടാണ്. They are extremely small, വളരെ സ്മോൾ ആണ്. They cannot divide further. They are indivisible. അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതിനെ ചെറുതാക്കാൻ പറ്റില്ല. ആറ്റമാണ് ഏറ്റവും ചെറുത്, അതിനേക്കാൾ ചെറുതാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കിപ്പോൾ അറിയാം അതിനേക്കാൾ ചെറുതാക്കാൻ പറ്റും. എന്താണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഒക്കെ അതിനേക്കാൾ സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിളാണ്.
ആറ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താവും? ആറ്റം പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് ഒക്കെ ആവും. അതൊക്കെ നമുക്കിപ്പോൾ അറിയാം, പക്ഷെ അന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, Dalton says that matter is made up of extremely small particles called atoms. They are indivisible. They cannot further divide. അതാണ് ഒന്നാമത്തെ പോസ്റ്റേറ്റ്സ്. ഇനി രണ്ടാമത്തെ എന്താണ്? ഇപ്പൊ കാർബൺ എന്ന് പറയുന്ന എലമെന്റ് എടുക്കുക. അതിനകത്ത് ആറ്റംസ് എല്ലാം സെയിം ആയിരിക്കും. കാരണം എന്താണ്? ആറ്റംസ് സെയിം ആണെന്ന് പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് ആറ്റം സെയിം ആവുന്ന എപ്പോഴാണ്? ആറ്റത്തിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവിടെ എല്ലാം നമ്പർ സെയിം ആകുമ്പോൾ ആറ്റം സെയിം ആവും. ഇപ്പൊ ആറ്റംസ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്, ഇപ്പൊ അയണിന്റെ ആറ്റം, കോപ്പറിന്റെ ആറ്റം, ആറ്റംസ് ഓഫ് അയൺ, ആറ്റംസ് ഓഫ് കോപ്പർ, they are not similar. Why? They have different number of protons, different number of neutrons, different number of electrons. ആറ്റംസ് സിമിലർ അല്ലാത്തത്, ആറ്റംസ് ഒരു എലമെന്റിലെ ആറ്റം മറ്റുള്ള ഒരു എലമെന്റിലെ ആറ്റവുമായിട്ട് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ആ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എല്ലാം ചേഞ്ച് ആവുന്നു. ഇപ്പൊ ഒരു ആറ്റത്തെ മറ്റൊരു എലമെന്റിന്റെ ആറ്റം ആക്കാം. എങ്ങനെയാണ്? വി ക്യാൻ ചേഞ്ച് വൺ ആറ്റം ടു അനദർ ആറ്റം by decreasing or increasing the number of protons or neutrons or electrons. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ ഡാൽട്ടൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Atoms of the same elements are identical in all respects, all properties, their properties are similar. Same elements atoms are similar in properties. Similar ആണ് അവയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കണ്ടാലും സിമിലർ ആയിരിക്കും. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ, സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ സിമിലർ ആണ്. അത് ശരിയാണെന്ന് പിന്നീട് മനസ്സിലായി. ഇപ്പൊ സെയിം എലമെന്റ്സിലെ ആറ്റംസ് എല്ലാം സിമിലർ ആണ്. അതാണ് സെക്കൻഡ് പോസ്റ്റേറ്റ്സ്. Then the third postulate is atoms of different elements. ഇപ്പൊ അയണിന്റെ ആറ്റം എടുക്കുക, കോപ്പറിന്റെ ആറ്റം എടുക്കുക. Take atom of iron and atom of copper. Are they similar? No, they are not similar. They are different because their atomic number are different. Their number of protons are different. Their number of neutrons are different. Their number of electrons are different. They are different. But different elements in the atoms എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതാണ് atoms of different elements have different properties. Different elements ന്റെ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല കാർബൺ ആറ്റത്തിന്റെ. കാർബൺ ആറ്റത്തിന്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല എന്ത്? ഓക്സിജൻ ആറ്റത്തിന്റെ. അപ്പൊ ഡിഫറെന്റ് ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. അതാണ് അടുത്ത പോസ്റ്റേറ്റ്സ്. നെക്സ്റ്റ് പോസ്റ്റേറ്റ്സ്. ആറ്റംസ് ഓഫ് സെയിം ഓർ ഡിഫറെന്റ് എലമെന്റ്സ്. ആറ്റംസ് ഓഫ് സെയിം ഓർ ഡിഫറെന്റ് എലമെന്റ്സ്. ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ atoms of hydrogen combine to form hydrogen molecule. Atoms of carbon and oxygen combine to form carbon dioxide compound, which is a compound. Atoms of same elements or different elements combine to form molecules and compounds. The same elements combine ചെയ്ത് molecules ഉണ്ടാവുന്നു, അല്ലെങ്കിൽ compounds ഉണ്ടാവുന്നു. ഇതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് എ കോമ്പൗണ്ട്. മോളിക്യൂൾ ഉണ്ടാവുന്നു, കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു. സെയിം എലമെന്റ്സും ഡിഫറെന്റ് എലമെന്റ്സും കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ്. അതാണ് അടുത്ത പോസ്റ്റേറ്റ്സ്. ഇനി ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ആറ്റത്തെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ. മാസ് തന്നെയാണത്, അല്ലെ? ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇത്രയും പോസ്റ്റേറ്റ്സ് ആണ് ആർക്കുള്ളത്? ഡാൾട്ടൺസ് ആറ്റമിക് തിയറിലുള്ളത്. എന്തൊക്കെയാണ്? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് extremely small particle called atoms. They cannot divide further. They are indivisible. Atoms of the same elements are identical in all respect. Atoms of different elements are different. Atoms of elements combine to form molecules and compounds. Atom can neither be created nor destroyed. ഇതാണ് ഡാൾട്ടന്റെ ആറ്റമിക് തിയറി. ഇപ്പോൾ നമുക്ക് ടുഡേ ദി സയന്റിഫിക് കമ്മ്യൂണിറ്റി അക്സെപ്റ്റ്സ് ദി ഹൈപ്പോത്തിസിസ് ഓഫ് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടന്റെ ഈ ഹൈപ്പോത്തിസിസ്
എന്താണ് അക്സെപ്റ്റബിൾ ആണ്. ഇപ്പോഴുള്ള സയന്റിസ്റ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എക്സംഷൻ ഉണ്ട്. രണ്ട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്താണ്? an atom is divisible and destructible. ആറ്റത്തെ ഡിവൈഡ് ചെയ്യാം, ഇലക്ട്രോൺസ് പ്രോട്ടോൺ എന്ന് ഡിവൈഡ് ചെയ്യാം. ഡിസ്ട്രക്റ്റബിൾ റേഡിയോ ആക്ടിവിറ്റി നമുക്കറിയാലോ, ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ, ഇവിടെയൊക്കെ ആറ്റം ഡിസ്ട്രക്ഷൻ ഉണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രക്ട് ചെയ്യുകയാണ്. ആറ്റത്തെ എന്താണ്? ആറ്റത്തെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആറ്റം ഈസ് ഡിവിസിബിൾ ആൻഡ് ഡിസ്ട്രക്റ്റബിൾ എന്നൊരു മോഡിഫിക്കേഷൻ കൊടുത്തു. പിന്നെയോ all atoms of an element are not identical in mass. All atoms of an element are not identical in mass. ആറ്റത്തിലെ ഒരു എലമെന്റിലെ ആറ്റംസ് എല്ലാം ഒരേ മാസ് ഉള്ളവയല്ല. അതായത് നമ്മൾ അല്പം ഹൈഡ്രജൻ എടുത്താൽ ഹൈഡ്രജന്റെ ഐസോടോപ്സ് ഉണ്ടാവും. പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം ഹൈഡ്രജന്റെ ഐസോടോപ്സ് ആണ്. അല്പം കാർബൺ എടുത്താൽ കാർബണിന്റെ ഐസോടോപ്സ് ഉണ്ട്. മാസ് 12 ഉള്ള കാർബൺ മാത്രമല്ല, 13 14 ഒക്കെ അതിനകത്തുണ്ടാവും. അപ്പോ ഒരു എലമെന്റില് ഒരു എലമെന്റിലെ എല്ലാ ആറ്റംസും സിമിലർ ആണെന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് എന്താണ്? ഐസോടോപ്സിന്റെ കാര്യത്തിൽ ഐസോടോപ്സിലെ ആറ്റംസ് സിമിലർ അല്ല. അവയുടെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്, അല്ലെ? പ്രോട്ടോണിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിഫറെന്റ് ആണ്. അതാണ് ഐസോടോപ്സ്. ഐസോടോപ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണ്? എലമെന്റ്സിലെ ആറ്റംസ് എല്ലാം സിമിലർ ആണെന്ന് പറയുന്നത് എന്താണ്? എക്സംഷൻ ആണ്. അതിപ്പോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, തെറ്റാണ്. പിന്നെ ആറ്റം ഡിവിസിബിൾ ആണ്, ഡിസ്ട്രക്റ്റബിൾ ആണ്. ഈ രണ്ട് മോഡിഫിക്കേഷനോട് കൂടി ഡാൽട്ടന്റെ ആറ്റമിക തിയറി, ഈ ഹൈപ്പോത്തിസിസ്, ഇതിനകത്ത് പോസ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ സയന്റിസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഡാൽട്ടന്റെ പേര് എന്നുകൊണ്ടും കെമിസ്ട്രിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഹൈപ്പോത്തിസിസ് ഏതാണ്ട് 90% കറക്റ്റ് ആണ്. രണ്ട് എക്സംഷൻസ് ഒഴികെ. രണ്ടെണ്ണം ഏതാണ്? ഡിസ്ട്രക്റ്റബിൾ ആണ്, ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രക്റ്റബിൾ ആണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിവിസിബിൾ ആണ്. പിന്നെയോ സെയിം എലമെന്റ്സിലെ ആറ്റംസ് എല്ലാം സെയിം ആയിരിക്കില്ല. കാരണം എന്താണ്? ഐസോടോപ്സ് ഉണ്ട്. ഐസോടോപ്സ് ആകുമ്പോൾ എന്താണ്? അതിന്റെ ആറ്റംസ് ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ മാസ് നമ്പർ, അതിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഐസോടോപ്സ്, ഐസോ ബാസ്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് ഡാൽട്ടന്റെ ആറ്റോമിക